ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാൻ ത്രിതല നീക്കം. ശബ്ദ സന്ദേശം അടക്കം പുറത്ത്. ആശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് സർക്കാർ. തിങ്കളാഴ്ച നടന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാൻ CPM, CITU സർക്കാർ സംവിധാനങ്ങൾ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പോകുന്നവരുടെ ലിസ്റ്റ് എടുക്കാൻ നിർദ്ദേശം നൽകുന്ന CITU നേതാവിന്റെ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. CITU ആശാ വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഗീതാഭായിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. സമരക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. CITU ജില്ലാ കമ്മിറ്റി എന്ന നിലയിൽ ശക്തമായ ഇടപെടൽ താഴോട്ട് നടത്തിയിട്ടുണ്ടെന്നും ആശാ വർക്കർമാരുടെ ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടൽ കൂടിയുണ്ടായാൽ പരിപാടിക്ക് ആരും പോകില്ലെന്നും സന്ദേശത്തിൽ പറയുന്നു. താഴെത്തട്ടിലേക്ക് നന്നായിട്ട് ഇടപെടണമെന്നും എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരെയും വിളിച്ച് ആരും പോകരുതെന്ന് പറയണമെന്നും സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നു. സമരത്തിന് പോകുന്നവരുടെ ഓണറേറിയം അടിക്കില്ലെന്നും ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ ഇത് അറിയിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട്. സമരത്തിന് പോകുന്നവരുടെ പ്രശ്നങ്ങളിൽ നമ്മളാരും ഇടപെടില്ലെന്നും പറയുന്നു. സർക്കാർ തലത്തിലും ആശമാരുടെ സമരം പൊളിക്കാൻ നീക്കം നടന്നു. എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരെയും വിളിച്ച് ആരും സമരത്തിന് പോകരുതെന്ന് പറയണമെന്ന് നിർദ്ദേശം നൽകിയതായാണ് വിവരം. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പോകുന്ന ആശമാരുടെ ഓണറേറിയം തടഞ്ഞുവെക്കുമെന്ന ഭീഷണിയും ഉണ്ടായി. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ പേരിൽ ആശാ വർക്കർമാർക്കെതിരെ 8 വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി MA ബിന്ദു, വൈസ് പ്രസിഡന്റ് S മിനി എന്നിവരും പ്രതികളാണ്. കണ്ടാലറിയാവുന്ന 1000 പേർക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉപരോധ സമരം പോലീസ് വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രവർത്തകരെ തിരിച്ചറിയാനുള്ള നടപടികളും ആരംഭിച്ചു. ഇതിനു പുറമെ കഴിഞ്ഞ മാസം 10-ന് സമരം തുടങ്ങിയ ശേഷം ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും ആശമാർക്കെതിരെ കേസുകൾ എടുത്തിരുന്നു. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാൻ ആരോഗ്യവകുപ്പ് നടത്തിയ നീക്കവും പൊളിഞ്ഞുവെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. സമരത്തിൽ ആശാവർക്കർമാരുടെ പങ്കാളിത്തം കുറയ്ക്കാൻ തിങ്കളാഴ്ച പരിശീലനം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പങ്കെടുക്കണമെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. എല്ലാ ജില്ലകളിലുമായി 344 കേന്ദ്രങ്ങളിലായിരുന്നു പരിശീലനം. ഇതിൽ 25,883 പേരാണ് പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ 9,654 പേർ മാത്രമേ പങ്കെടുത്തുള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ 2,563 പേരാണ് പങ്കെടുക്കേണ്ടിയിരുന്നത്. 47 കേന്ദ്രങ്ങളിലായി 1,617 പേരാണ് ഹാജരായത്. ഇത് സമരത്തിന്റെ വിജയമാണെന്ന് ആശമാർ അവകാശപ്പെടുന്നു. 37 ദിവസം പിന്നിട്ട ആശമാരുടെ സമരം സെക്രട്ടേറിയറ്റ് ഉപരോധത്തോടെ 2-ാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഓണറേറിയം അനുവദിക്കുന്ന മാനദണ്ഡങ്ങൾ ഒഴിവാക്കി ഉത്തരവിറക്കിയത് സമരത്തിന്റെ മറ്റൊരു വിജയമാണെന്ന് ആശാവർക്കർമാർ പറയുന്നു.